ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ട്രംപ് അറബ് രാജ്യങ്ങളുടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇറാന് മേലിൽ നടത്താനിരുന്ന ആക്രമണം പോസ്റ്റ്പോണ്ട് ചെയ്തതായിട്ട് ഒരു ട്വീറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ തുടർന്ന് പുള്ളിക്കാരൻ 2-3 ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷനും അതിനെക്കുറിച്ച് അമേരിക്കയുടെ സൈഡിൽ നിന്നോ വൈറ്റ് ഹൗസിൻ്റെ സൈഡിൽ നിന്നോ വന്നിട്ടില്ല. ഇറ്റ് മീൻസ് വൈറ്റ് ഹൗസിൻ്റെ സ്പോക്സ് പേഴ്സണായിട്ടുള്ള കരോലിന ലെവിറ്റ് അവരൊക്കെ ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ട്രംപ് അവിടെ വൈറ്റ് ഹൗസിൽ ഒരു സൈഡ് പൊളിച്ചിട്ട് അവിടെ ഒരു ബാൽ റൂം എന്ന് പറഞ്ഞിട്ട് ഒരു റൂം പണിയുന്നുണ്ട്. കുറച്ച് വൈറ്റ് ഹൗസിനെ കുറിച്ച് എക്സ്പാൻഷൻ ചെയ്തുകൊണ്ട് വലിയൊരു ഹാൾ പണിയാണ്. അത് ജസ്റ്റ് ഒന്ന് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ടിന് വന്നതാണ്. ആ വന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ട്രംപിനെ വളഞ്ഞിട്ട് ചോദിച്ചു, ഇതേപോലെ സർ, നിങ്ങൾ ഇറാന് മേലിൽ നടത്താനിരുന്ന ആക്രമണം പോസ്റ്റ്പോണ്ട് ചെയ്തായിരുന്നല്ലോ, നിങ്ങൾ ആരുമായിട്ടാണ് സംസാരിച്ചത്, എന്താണ് കാര്യങ്ങൾ എന്നുള്ള അന്വേഷണം അവർ തുടങ്ങി. അപ്പോഴത്തേക്കാണ് ട്രംപ് കാര്യം പറയുന്നത്, യെസ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്നും പിന്മാറിയത്. ജസ്റ്റ് ഞാൻ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നത്. ജസ്റ്റ് എൻകൗണ്ടറിൻ്റെ ആ ഒരു പോയിന്റിൽ നിൽക്കുമ്പോഴാണ് ഈ കോൾ വരുന്നത്. ഈ കോൾ വന്നതുകൊണ്ട് അവർ ഇറാൻ വല്ലാതെ ബെഗ് ചെയ്യുന്നു, കാല് പിടിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വസ്തുതകൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, Well, I'm saying 2 or 3 days, maybe Friday, Saturday, Sunday, something, maybe early next week, a limited period of time. Because we can't let them have a nuclear weapon. If they had a nuclear weapon, they would start with Israel. They would blow it up, and they would blow it up fast. But they'd blow it up, and I'll tell you what, they'd go after Saudi Arabia, they'd go after Kuwait, they'd go after UAE, they go after Qatar, they go after, I think they go after the entire Middle East, and it would be a whole different negotiation. It would be nuclear holocaust. And there's no question in my mind that they'd use it. There's no question. And I deal with these people. They're extremely radicalized. These are not people like what I deal with you. ട്രംപ് ഇത്തരത്തിൽ കാര്യം പറഞ്ഞിട്ട് പോയി. സൗദി അറേബ്യ ഇന്നലെ രാവിലെ തന്നെ അവർ പ്രസ്താവന പുറത്തിറക്കി. അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലും ആരുമായിട്ടും സംസാരിച്ചിട്ടില്ല. സൗദി അറേബ്യയുടെ പേരും ട്രംപ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ട്വീറ്റിൽ, ആ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ. അതേപോലെ UAE പ്രസിഡന്റിൻ്റെ പേരും അതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. UAE ഇതേപോലെ ഒരു റിക്വസ്റ്റ് അമേരിക്ക എടുത്ത് വെച്ചിട്ടില്ല. അപ്പം ഇവിടെ ആകെ കൂടി ഈ റിക്വസ്റ്റ് പോയിരിക്കുന്നത് പറഞ്ഞാൽ ഖത്തർ അമീറിൻ്റെ സൈഡിൽ നിന്ന് പോകാനാണ് സാധ്യത. അപ്പം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡൗട്ടും ഖത്തറിലേക്ക് തന്നെയാണ് നീങ്ങിയത്. ശരിക്കും ഖത്തർ തന്നെയാണ് ഒരു ഫോൺ കോളിലൂടെ അമേരിക്കയെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ശരിക്കും ഒരു ഇരട്ടത്താപ്പ് മണക്കുന്നുണ്ട്. അമേരിക്ക ഖത്തറിനെ വെച്ചിട്ട് ഇപ്പം ഗെയിം കളിക്കുന്നതാണോ, അതായത് പാകിസ്ഥാനിൽ നിന്ന് മീഡിയേഷൻ എടുത്ത് മാറ്റിയ സ്ഥിതിക്ക് ട്രംപിന് ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാനും അതേപോലെ ട്രംപിന് ചൊൽപ്പടിക്ക് യുദ്ധത്തിൻ്റെ സിറ്റുവേഷനെ മാറ്റിമറിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ടൈം ലൈൻ പർച്ചേസ് ചെയ്യാൻ ഖത്തറിനെ വെച്ചിട്ട് ഈ പ്രഖ്യാപനം നടത്തിയതാണോ എന്നും കൂടി നമുക്കറിയില്ല. പക്ഷേ ഖത്തർ പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല, ഞങ്ങളായിട്ട് ഇറാൻ്റെ അടുത്ത് സംസാരിച്ച് നെഗോസിയേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഖത്തറിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന മറുപടി. ഖത്തറിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇറാൻ കാല് പിടിച്ചിട്ടില്ല, ഇറാൻ കെഞ്ചിയിട്ടില്ല, ഇറാൻ യുദ്ധത്തിനെ പേടിച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കുറച്ച് ടൈം ലൈൻ ട്രംപ് പർച്ചേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് അമേരിക്കയോ അഥവാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഖത്തർ അവരുടെ ആ ഒരു മീഡിയേഷൻ റോൾ വീണ്ടും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെ മാറ്റി നിർത്തിയിട്ട് ഖത്തർ ഇൻഡിവിജ്വലി ഒരു മീഡിയേഷനിലേക്ക് വന്ന് ഇടപെടുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓൾറെഡി തന്നെ പാകിസ്ഥാൻ മീഡിയേഷനിൽ ഏർപ്പെടുന്നതിൽ ഖത്തറിന് വിയോജിപ്പുണ്ടായിരുന്നു. ഖത്തർ മാറി നിൽക്കുകയായിരുന്നു. ഇടയ്ക്ക് പാകിസ്ഥാനെ വിളിച്ച് ടെലിഫോണിലൂടെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ഇറാനുമായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഡീലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കാം എന്നുള്ള തരത്തിൽ ഖത്തർ ഉറപ്പ് കൊടുത്തതായിട്ടാണ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ ഇപ്പം അമേരിക്കയും ഖത്തറും തമ്മിലുള്ള ഒരു കളി, ഗാസയിലെ ഹമാസിന് വേണ്ടിയിട്ട് എന്താണോ ഖത്തർ ചെയ്തത് അത് തന്നെയാണ് ഇപ്പം ഹമാസിനെ ഫണ്ട് കൊടുത്ത് നിയന്ത്രിക്കുന്ന ഇറാൻ. ഖത്തറിൻ്റെ അതേ തീവ്രവാദികളെ അനുകൂലിക്കുന്നതിൽ ഖത്തറിന് എന്താണ് നിലപാട്, അതേ നിലപാട് തന്നെയാണ് ഇറാനുള്ളത്. ഭീകരവാദികളെ അനുകൂലിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലിപ്പം ഒത്തുകളിക്കുകയാണോന്നും നമുക്കറിയില്ല. ഇതാണ് നിലവിലെ സിറ്റുവേഷൻ. ഖത്തറാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ
കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടിരിക്കുന്നത്. പാകിസ്ഥാനെ വിശ്വസിച്ച് ട്രംപ് കുറേ കാലം മണ്ടനായിരുന്നു. ഇനി ഖത്തറിനെ വിശ്വസിച്ച് കുറേ കാലം കൂടി മണ്ടനാവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേളിൽ ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കാത്തിരിക്കുകയാണ്, ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നും, അതായത് കഴിഞ്ഞ 48 മണിക്കൂറിൽ 18-ാം തീയതിയും 19-ാം തീയതിയും 2 ദിവസത്തെ കണക്കനുസരിച്ച് UAEക്കുള്ളിൽ 6 ഡ്രോണുകളാണ് അയച്ചിട്ടുള്ളത് ഇറാൻ. ഈ 6 ഡ്രോണുകളും ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് UAEയുടെ സൈഡിൽ നിന്നും വരുന്ന വാർത്ത. ഒഫീഷ്യലി UAEയുടെ മീഡിയ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഇറാൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സൈഡിൽ നിന്നുള്ള ആക്രമണം ഒരിക്കലും കുറച്ചിട്ടില്ല. ഈ സീസ് ഫയർ നടപ്പിലാക്കിയിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ, അതായത് സൗദി അറേബ്യയ്ക്ക് നേരെ, UAEക്ക് നേരെയൊക്കെ, കുവൈറ്റിന് നേരെയൊക്കെ ഡ്രോണുകൾ അയച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇറ്റ് മീൻസ് അവർക്ക് സൈലന്റ് ആവാൻ താല്പര്യമില്ല എന്നാണ് ഇതിൻ്റെ സൂചന. ഇനി ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അവർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ആരെങ്കിലും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ കടന്നു പോകണം, അവരുടെ കപ്പലുകൾ ഇതിലെ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ അനുവാദം ആവശ്യമാണ്. ഇതൊരു മിലിറ്ററി ഗ്രൂപ്പാണ്. അവർ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവരാണ് ഇൻ്റർനെറ്റ് കേബിളിനെ കുറിച്ചുള്ള ഭീഷണിയൊക്കെ ഉയർത്തുന്നത്. ഖത്തർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു പിടുത്തമില്ല. കാരണം ഏറ്റവും വലിയ അമേരിക്കയുടെ മിലിറ്ററി ബേസാണ് ഖത്തറിലുള്ളത്. ആ ഖത്തറാണ് മീഡിയേഷന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പം ഇറാൻ ആദ്യമേ ഇതായിരിക്കും ചോദിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ അമേരിക്കൻ ബേസ് ഉണ്ട്, അത് തടഞ്ഞിട്ട് നമുക്ക് ചർച്ച പോരെ എന്ന് ചോദിക്കും ഇറാൻ. അപ്പോൾ ഇതിൽ അമേരിക്ക വീണ്ടും 2-3 കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അതായത് പ്രോക്സികളെ ഒഴിവാക്കാൻ പറ്റുമോ, എൻറിച്ച്ഡ് യുറേനിയം കൈമാറാൻ പറ്റുമോ. അപ്പം ഇതിനകത്ത് ഇറാൻ ആദ്യമേ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഞങ്ങളുടെ മേളിൽ വെച്ചിരിക്കുന്ന ഉപരോധം എടുത്ത് നീക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യം ചർച്ച ചെയ്യാം എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പം ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്, ഇറാൻ്റെ എണ്ണ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധത്തിൽ അമേരിക്ക ഇളവ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ മീനിങ് വളരെ വ്യക്തമാണ്. ഇറാൻ ചോദിച്ച ആ ഉപരോധം എടുത്തു മാറ്റണം എന്നുള്ള നിർദ്ദേശം അമേരിക്ക അംഗീകരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇതുവരെ അമേരിക്കയിൽ നിന്നും ഒഫീഷ്യലി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. പക്ഷേ അമേരിക്കയുടെ ഉള്ളിൽ വൈറ്റ് ഹൗസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ബിഫോർ മൺഡേ, അതായത് നെക്സ്റ്റ് വീക്ക് മൺഡേക്കുള്ളിൽ ഒരു ഡീലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഇറാൻ്റെ സൈഡിൽ നിന്നും വാർത്തകൾ വരുന്നുണ്ട്. ട്രംപിന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇറാൻ്റെ എണ്ണ വിൽപ്പനയ്ക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം നീക്കിക്കൊടുത്തുകൊണ്ട് അമേരിക്ക വഴങ്ങുന്നതായിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇറാൻ്റെ മേളിലിരിക്കുന്ന എണ്ണ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട സാങ്ഷൻസ് അമേരിക്ക എടുത്ത് നീക്കിയാൽ ഈ കൃത്യമായിട്ട് അമേരിക്ക വഴങ്ങുന്നതായിട്ട് നമുക്ക് കരുതേണ്ടി വരും. നമുക്കെന്നല്ല, ഗ്ലോബലി കരുതേണ്ടി വരും. ഇത് അമേരിക്കയുടെ ഒരു പരാജയമായി കൂടി വിലയിരുത്തപ്പെടും. അമേരിക്ക ലുക്കിംഗ് ഫോർ പാർട്ട്നേഴ്സ്, എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഇറാന് മേലൊരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് പാർട്ട്നേഴ്സിനെ തിരയുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഇന്ന് UKയുടെ വോയിസിൽ മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ ജർമ്മനിയുടെ ചാൻസലറായിട്ടുള്ള മെർസ് ഫ്രെഡറിക് ഇറാനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രാജ്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇറാനെതിരെ ഉള്ള നിലപാടുകൾ എടുക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ സ്വരത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു യുദ്ധത്തിനെ അനുകൂലിക്കുന്ന രീതിയിൽ യൂറോപ്പിനെ അമേരിക്കയോടൊപ്പം ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അങ്ങ് പറയാൻ പറ്റില്ല. ഇത് ശരിക്കും യൂറോപ്പിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക്കൽ പൊസിഷനായിട്ട് വേണമെങ്കിൽ കരുതാം. ഇതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ സ്കോട്ട് ബെസന്റ്, അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി, ഫൈനാൻഷ്യൽ മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ കരുതാം, ആ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗസ്ഥനാണ് സ്കോട്ട് ബെസന്റ്. സ്കോട്ട് ബെസന്റ് പറഞ്ഞിരിക്കുന്നത്, ഇറാനിന് മേളിൽ ഞങ്ങൾ സാങ്ഷൻ ഇട്ട് യുദ്ധം മാത്രമല്ല ഒരു രാജ്യത്തിനെ വരിഞ്ഞു മുറുക്കാൻ പറ്റുന്ന ഒരു ആയുധം, സാങ്ഷനും കൂടി ഒരു ആയുധമാണ് എന്നുള്ള തരത്തിൽ ഉപരോധ ഭീഷണി മുഴക്കിയിട്ടുണ്ട് സ്കോട്ട് ബെസന്റ്. അമേരിക്കയുടെ ഈ ഉപരോധങ്ങൾക്ക് പുല്ലുവിലയാണ്. ഈ അമേരിക്കയുടെ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട് ഫാക്റ്റ് എന്താണ് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അമേരിക്കയുടെ ഉപരോധങ്ങൾ ഇപ്പം വളരെ വീക്കാണ്. അതിൻ്റെ ഡേറ്റ സഹിതം നമുക്ക് നോക്കാം. അൽ ജസീറ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ഉള്ളിൽ ഇൻഫ്ലേഷനാണ്, കനത്ത ഇൻഫ്ലേഷൻ. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്നത് രാജ്യം യുദ്ധത്തിലാണ്, ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ഇൻഫ്ലേഷൻ ഏറ്റുവാങ്ങേണ്ടി വരും, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ട് ഇറാനിലെ ജനങ്ങൾ ഈ ഇൻഫ്ലേഷനെ സഹിക്കണമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഈ ഗവൺമെൻറ്റിനെ എതിർത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ IRGC പിടിച്ചുകൊണ്ട് തൂക്കിലിടും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മിണ്ടാതെ
എത്ര പൈസയുണ്ടോ അതിനനുസരിച്ച് സാധനം വാങ്ങിച്ച് ജീവിക്കുക, ഇല്ലെങ്കിൽ പട്ടിണി അടക്കുക. ട്രംപ് ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിൽ ഒരു തന്ത്രമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഒന്നെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറക്കണം, നിങ്ങൾ യുദ്ധം നടത്തൂ, യുദ്ധം നടത്താതിരിക്കൂ, ഇല്ലെങ്കിൽ ഇറാനുമായിട്ട് ഡീൽ ചെയ്ത് തോൽവി സംബന്ധിച്ച് മടങ്ങിപ്പോകൂ. പക്ഷേ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറക്കണം. അപ്പോൾ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് ഒരുപാട് രാജ്യങ്ങൾ ബുദ്ധിമുട്ടിലാവും. ഇനി ഒരു 20 ദിവസം കൂടി സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇതേ അവസ്ഥയിൽ തുടരുന്നെങ്കിൽ പല രാജ്യങ്ങളും എനർജി ക്രൈസിസിൽ കൂപ്പുകുത്തും. ആ സമയം കൃത്യമായിട്ട് ആ രാജ്യങ്ങൾ ഒന്നെങ്കിൽ അമേരിക്കയോടൊപ്പം നിന്ന് ഇറാനെതിരെ നിലപാടെടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇറാന് വേണ്ടിയിട്ട് അമേരിക്കയ്ക്കെതിരെ നിലപാടെടുക്കും. ഇപ്പം ഇവിടെ അമേരിക്കയുടെ പൊസിഷൻ വളരെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ കുറേ രാജ്യങ്ങൾ അമേരിക്കയെ അനുകൂലിക്കാനാണ് സാധ്യത. അപ്പം അങ്ങനെ അനുകൂലിക്കുന്ന സാഹചര്യം വരുമ്പോൾ ആ രാജ്യങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട്, അതായത് എനർജിക്ക് വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാനെതിരെ നിലപാടെടുക്കാൻ, കുറച്ച് പാർട്ട്നേഴ്സിനെ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ട്, കുറച്ച് അനുകൂലികളെ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ട്രംപ് ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം എക്കണോമിക്കലി അമേരിക്ക ഇപ്പം ഐസൊലേറ്റഡ് ആണ്. എക്കണോമിക്കലി എന്ന് ഞാൻ വളരെ പർപ്പസ്ഫുള്ളി തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. കാരണം അമേരിക്കയെ കാണുമ്പോൾ ചിരിക്കാനും ഹാൻഡ് ഷേക്ക് ചെയ്യാനും അമേരിക്കൻ പ്രസിഡന്റിനെ വാനോളം പുകഴ്ത്താനൊക്കെ പല രാജ്യങ്ങളിലും ആൾക്കാരുണ്ട്. പല രാജ്യങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന ആൾക്കാർ അത് ചെയ്യാൻ യാതൊരു മടിയും ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ്. പക്ഷേ എക്കണോമിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പ് അമേരിക്കയിൽ നിന്നും സെപ്പറേറ്റഡ് ആണ്, ചൈന അമേരിക്കയിൽ നിന്നും സെപ്പറേറ്റഡ് ആണ്, ഇന്ത്യ ഡിപ്ലോമാറ്റിക് സ്റ്റേറ്റസ് ആണ്, 50-50 സ്റ്റേറ്റസ് ആണ്. അമേരിക്കയ്ക്ക് എതിരെയുള്ള നിലപാടില്ല, ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇന്ത്യക്കുള്ളത്. ആഫ്രിക്കൻ റീജിയനിൽ ലിമിറ്റഡ് അഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എക്കണോമിക്കലി അമേരിക്ക ഐസൊലേറ്റഡ് ആണ്. അമേരിക്കയുടെ ഉള്ളിൽ ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ട്. ട്രംപിന്റെ താരിഫ് പോളിസി കൊണ്ട് അമേരിക്കൻ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ വരുമാനത്തിൽ നിന്നും കൂടുതൽ പണം ഈ താരിഫ് ഇനത്തിൽ ചെലവാക്കിക്കൊണ്ടാണ് അവർ സാധനങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്. ആ പൈസ അമേരിക്കയുടെ ട്രഷറിക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പം ഇന്ന് നിങ്ങൾ നോക്കൂ, അമേരിക്കയുടെ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഉയർന്നിട്ടുണ്ട്. 5.18% ആണ് നിലവിലെ US-ൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. പിന്നെ റഷ്യ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ചാർട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. റഷ്യയുടെ കറൻസി സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങൾ ഗൂഗിളിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഏതാണ്ട് ഒരു $1 എന്ന് പറയുന്നത് 71 റൂബിളാണ്, റഷ്യൻ റൂബിൾ. അപ്പം 71 റൂബിൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്ട്രോങ് പൊസിഷൻ ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പ് 2022 യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റഷ്യൻ കറൻസിയുടെ വാല്യൂ എന്തായിരുന്നു എന്നുള്ളതും, 2022 യുദ്ധം തുടങ്ങിയ സമയത്ത് റഷ്യൻ കറൻസിയുടെ വാല്യൂ $1 മാർച്ച് 2022 133.96 റൂബിളായിരുന്നു ഒരു $1 റഷ്യൻ റൂബിളിൻ്റെ നിരക്ക്, എക്സ്ചേഞ്ച് റേറ്റ്. 2025 അത് 110.42 റൂബിളായിരുന്നു. ഇപ്പോൾ അത് 71.04 റൂബിളായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നിങ്ങൾ നോക്കണം എത്ര പെർസെൻറ്റേജ് ആണ് റഷ്യയുടെ റൂബിൾ സ്ട്രെങ്തൻ ആയിരിക്കുന്നത്, വളരെ സ്ട്രോങ് ആയിരിക്കുന്നത് എഗെയിൻസ്റ്റ് $1 എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടിരിക്കുന്നത്? റഷ്യയാണ് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചൈനയെ എടുത്ത് നോക്കിയാലും ചൈനയ്ക്കും വലിയ രീതിയിലുള്ള വീഴ്ചയില്ല. ചൈനയ്ക്ക് ഇതിനു മുമ്പ് 7.32 എന്നുള്ള നിരക്കായിരുന്നു. ഒരു $1 ചൈനീസ് യുവാൻ്റെ എക്സ്ചേഞ്ച് റേറ്റാണ് ഇത് 7.32 എന്നുള്ളത്. പക്ഷെ അതിപ്പോൾ മെച്ചപ്പെട്ടിട്ട് ഇപ്പം 6.08 എന്നുള്ള നിലയിലാണ് മാറിയിരിക്കുന്നത്. ചൈനയും ബെറ്റർ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ എതിർവശത്ത് നിൽക്കുന്ന, അമേരിക്ക ഒപ്പോസ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ കറൻസി വാല്യൂവിൽ, പ്രത്യേകിച്ചും $1 കൂടുതൽ എക്സ്ചേഞ്ച് ചെയ്യാതെ $1 നിന്നും മാറി കച്ചവടം ചെയ്യുന്ന, $1 ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ ഓൺ കറൻസിയിൽ കച്ചവടം നടത്തുന്ന രണ്ട് രാജ്യങ്ങളും അവരുടെ കറൻസി മൂല്യം പിടിച്ചു നിർത്താൻ കൃത്യമായിട്ടുള്ള പണിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദം എടുത്ത നിലയിൽ ചില ആൾക്കാർ വന്നിട്ട് അഡ്വൈസ് ചെയ്യുന്നുണ്ട്, അമേരിക്കയോട് ചേർന്ന് നിൽക്കണം, അമേരിക്ക ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൂപ്പുകുത്തിപ്പോവും, അമേരിക്കൻ എക്കണോമിയാണ് നമുക്ക് എല്ലാ തരത്തിലും ഗുണം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പല ആൾക്കാരും വാർത്തകൾ പണ്ട് തൊട്ടേ അടിച്ചിറക്കുന്നുണ്ട്. അന്നോട്ടേ നമ്മൾ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അമേരിക്ക നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് ബിസിനസ് അല്ല തന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിലെ സാഹചര്യം അനുസരിച്ച്. തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ടുള്ള ബിസിനസ് നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ അത് മാത്രമല്ല ഇന്ത്യയുടെ കച്ചവടം.
അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയിൽ നിന്നും വരുന്ന കച്ചവടം നമ്മൾ എപ്പോഴും ഒരു ബോണസായിട്ട് മാത്രമേ കരുതാവൂ. അങ്ങനെ കരുതിക്കൊണ്ട് നമ്മൾ കച്ചവടം ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്യൂർ ഗ്രോത്ത് നേടാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നഷ്ടം സംഭവിച്ചത് ആർക്കാണ്? ഇന്ത്യക്കാണ്. ഇന്ത്യ ഇടപെട്ട കാലത്ത് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നെഗോസിയേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റഷ്യയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന എണ്ണയിൽ ചെറിയ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് റഷ്യൻ എണ്ണ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. അപ്പം ആ തീരുമാനം തെറ്റാണെന്നുള്ളതിനെ തെളിയിക്കുന്ന രീതിയിലാണ് ഇന്ന് കാര്യങ്ങളുടെ പോക്ക്. ഇന്ന് ഇന്ത്യയുടെ കറൻസി ഒരു $1 96 രൂപയാണ്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 96.81 അതാണ് ഇന്നത്തെ നിരക്ക്. അപ്പോൾ ഇതിലേക്ക് എത്തിച്ചത് എന്താണ്? പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മളുടെ കറൻസി നമ്മൾ ഏറ്റവും കൂടുതൽ കൺവേർട്ട് ചെയ്ത് ഡോളറിൽ പേയ്മെന്റ് നടത്തി എണ്ണ വാങ്ങിക്കാനുണ്ടായ സാഹചര്യം. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ ഈ കറൻസി കൺവേർഷൻ നടക്കുന്ന ഒരു പർച്ചേസ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ പർച്ചേസ് ആണ്. അപ്പോൾ ഈ പർച്ചേസ് നമ്മൾ ഏറ്റവും കൂടുതൽ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് ഈ കണ്ണുകടി ഉണ്ടായിരുന്നത്. അമേരിക്കയുടെ ഉള്ളിൽ ട്രംപ് അവരുടെ രാജ്യം നന്നാക്കാൻ വേണ്ടി, അവരുടെ രാജ്യത്ത് ഉള്ള ബിസിനസ്സുകാർക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടും, അതേപോലെ ട്രംപിന്റെ കുടുംബക്കാർക്ക് എറിക് ട്രംപ്, ട്രംപിന്റെ വക്താവ്, ട്രംപിന്റെ കമ്പനിയിൽ തന്നെയുള്ള റെപ്രസെന്റേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി 3000 കോടിയിലധികം ലാഭം നേടിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് കൃത്യം എല്ലാ ആഴ്ചകളിലും ട്രംപ് അതിനു വേണ്ടിയിട്ടുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും അതിനെ തുടർന്ന് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് കൃത്യമായിട്ട് അവർക്ക് വേണ്ട രീതിയിൽ വളച്ചൊടിച്ച് പെർഫോമൻസ് ചെയ്യുന്നതായിട്ടുള്ള തെളിവുകളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അമേരിക്കൻ ട്രംപിന്റെ വാക്കിനെ വിശ്വസിച്ച് നമ്മൾ എന്തുകൊണ്ട് അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് എണ്ണ ഇനി വാങ്ങിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, അത് വെനിസ്വല എണ്ണയായിക്കോട്ടെ അമേരിക്കൻ എണ്ണയായിക്കോട്ടെ, വാങ്ങിക്കാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കറൻസി വീണ്ടും കൺവേർട്ട് ചെയ്ത് ഡോളറിൽ പേയ്മെന്റ് നടത്തി നമ്മൾ എണ്ണ വാങ്ങിക്കേണ്ടി വരും. നമ്മളുടെ കറൻസി മൂല്യം വീണ്ടും ഇടിഞ്ഞ് താഴേക്ക് പോകേണ്ട സിറ്റുവേഷൻ ക്രിയേറ്റ് ആവും. അപ്പോൾ അമേരിക്കയെ ഒരു സൈഡിൽ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പം ഇന്ത്യ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് അമേരിക്കയ്ക്കെതിരെയുള്ള നിലപാടെടുത്തുകൊണ്ട് വളരെ ശക്തമായിട്ട്, അതായത് ട്രംപ് ഇനി എത്ര ശതമാനം താരിഫ് ഇന്ത്യക്ക് മേളിൽ അപ്ലൈ ചെയ്താലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും റഷ്യയുടെ എണ്ണ വാങ്ങിക്കാനുള്ള ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ്. റഷ്യൻ എണ്ണയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂബിൾ ട്രേഡിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചൈനയ്ക്കുള്ള അഡ്വാൻറ്റേജും അതാണ്. ചൈനയും റഷ്യയും തമ്മിൽ ചൈനീസ് യുവാൻ റൂബിൾ ട്രേഡാണ് നടത്തുന്നത്. നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നത് UAE അടുത്ത് നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കുന്നെങ്കിൽ നമുക്ക് ദർഹംസ് റുപ്പി ട്രേഡ് അവിടെ നടക്കും. പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ സൗദി അറേബ്യ, ഖത്തറിൻ്റെ ഗ്യാസ്, ഇതെല്ലാം തന്നെ നമ്മൾ ഡോളറിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. ബഹ്റൈനിൽ നിന്നും എന്ത് വാങ്ങിച്ചാലും നമുക്ക് ഡോളറിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അതുപോലെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മൾ ഓയിൽ പർച്ചേസ് നടത്തുമ്പോൾ നമ്മൾ അവിടെയെല്ലാം ഡോളറാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വന്ന നഷ്ടം ചെറുതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സാഹചര്യത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യ വീണ്ടും റഷ്യയുടെ എണ്ണ ഇറക്കുമതി കുത്തനെ ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ നിന്നും നമ്മൾ എണ്ണ വാങ്ങിക്കുന്നെങ്കിൽ അത് UAE സൈഡിൽ നിന്ന് വാങ്ങിക്കും. ഇതാണ് ഇപ്പം നിലവിലെ ഇന്ത്യയുടെ തീരുമാനം. അല്ലാതെ ഇനി നമ്മൾ അമേരിക്കയോടൊപ്പം ചേർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം മാത്രമേ സംഭവിക്കൂ. നമ്മളുടെ കറൻസി ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. കറൻസി മൂല്യം പിടിച്ചു നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും ഇന്ത്യ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇന്ത്യ വളരെ ധൃതിപ്പെട്ടാണ് എണ്ണ ഇറക്കുമതിയിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എനർജി ഷോർട്ടേജ് മുന്നിൽ കാണുന്നുണ്ട്. ഇന്ത്യ ഇത്ര അഗ്രസീവായിട്ട് ഇപ്പോൾ പെരുമാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇരുന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 25 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇന്ത്യക്കുള്ളിൽ ഓയിൽ ഷോർട്ടേജ് ഉണ്ടാവും, LPG ഷോർട്ടേജ് ഉണ്ടാവും. ഇതുണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് 1-2 ഷിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മറ്റുള്ള മേഖലകളിൽ നമ്മളുടെ എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നും ഇന്ത്യക്കുള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന 19 ഭീകരരെ ഇന്ത്യ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 19 പേര്. അതായത് അവൻ്റെ രാജ്യത്തിനുള്ളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവൻ അതൊന്നും വിഷയമേ അല്ല. POK ഭാഗത്തു നിന്ന് കുറച്ച് തീവ്രവാദികളെ എപ്പോഴും ഇന്ത്യക്കുള്ളിൽ കയറ്റി വിട്ടുകൊണ്ടേയിരിക്കണം. ഈ പ്രവൃത്തി സ്ഥിരമായിട്ട് നടക്കും. ഈ ഗാസയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ റഷ്യ പറഞ്ഞിരിക്കുന്നത് ബുഷേർ എന്ന് പറഞ്ഞ ആ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ എംപ്ലോയീസിനെ റഷ്യ ഇതിനു മുമ്പ് അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വീണ്ടും ബുഷേർ ന്യൂക്ലിയർ പവർ പ്ലാന്റിലേക്ക് ഇറാൻ്റെ ഉള്ളിലേക്ക് ജോലിക്ക് തിരികെ അയക്കാൻ വേണ്ടിയിട്ട് റഷ്യ തീരുമാനമെടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രംപ് ഇറാനിന് മേളിൽ നടത്താനിരിക്കുന്ന ആക്രമണം കുറച്ചുകൂടെ നീട്ടി കൊണ്ടുപോയിട്ട് കുറേ അധികം രാജ്യങ്ങൾക്ക് എനർജി സപ്ലൈ പ്രോപ്പറായിട്ട് കിട്ടാത്തൊരു അവസ്ഥ സൃഷ്ടിച്ച് ആ ഒരു ലെവറേജ് മുതലാക്കിക്കൊണ്ട് പല രാജ്യങ്ങളുടെയും സപ്പോർട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം പർച്ചേസ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ
ഒരുപാട് ലോകരാജ്യങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഒക്കെ ഫ്രീ ആയി കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ എക്കണോമിക് പുരോഗതിക്ക് തന്നെ വലിയൊരു സംഭാവനയായി മാറും. അപ്പോൾ ആ മാതൃകയിൽ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യം ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം കൺട്രോളിൽ വെച്ചിരിക്കുന്ന ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിനെ ഫ്രീ ആക്കി കൊടുക്കാൻ ഞങ്ങൾ മാത്രം എന്തിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടണം എന്നൊരു ചിന്താഗതി അമേരിക്കയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉണ്ടാവാം. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.